Good morning. Welcome to Veranda Race YouTube channel. Okay, അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. എന്നത്തെയും പോലെ തന്നെ രാവിലെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന മാർച്ച് മന്ത് ആണ്. മാർച്ചിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളത് പിക്ചർ രണ്ടും കൂടെ ചേർന്നിട്ട് എന്താ കഥ പോലെ പഠിച്ചു പോവാം. ഓക്കെ, നമ്മൾ മാക്സിമം ഫിഗർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പടം ഓർത്തിരിക്കുകയാണെങ്കിൽ പോലും എക്സാമിന് ചോദിക്കുമ്പം എന്താ ഓർമ്മയിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് കണ്ടന്റിലോട്ട് പോവാം. നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഗഗൻയാൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഗഗൻയാൻ മിഷനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ലാസ്റ്റ് ഡേ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ISROയുടെ 3 മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളാണ് അദ്ദേഹം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനൊപ്പം തന്നെ ഗഗൻയാൻ മിഷൻ്റെ 4 ആസ്ട്രോണറ്റ്സിനെ കൂടി അദ്ദേഹം നിർണയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കേരളത്തിൽ തിരുവനന്തപുരത്തിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ 3 ഇൻഫ്രാസ്ട്രക്ചർ സ്പേസ് സെക്ടറിലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളും അദ്ദേഹം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ്? 1800 crore rupees ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളാണ് അദ്ദേഹം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്രയെണ്ണമാണ്? 3 മേജർ സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് വർത്ത് അബൌട്ട് 1800 crore rupees. ഓക്കെ, പിന്നീട് ഇനി ഏതൊക്കെയാണ് ആ പ്രൊജക്റ്റുകളെന്ന് നോക്കാം. 3 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് വന്നിട്ട് PSLV അറിയാലോ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഓക്കെ, PSLVയുടെ ഒരു ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റിയാണ് ഒരു മേജർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ PSLVയുടെ ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി ആയിരുന്നു. അടുത്തത് സെമി ക്രയോജനിക് ഇൻ്റഗ്രേറ്റഡ് എൻജിൻ ആയിരുന്നു അടുത്തത്. പിന്നീട് ഒരു ടെസ്റ്റ് ഫെസിലിറ്റി. ഓക്കെ, സെമി ക്രയോജനിക് ഇൻ്റഗ്രേറ്റഡ് എൻജിൻ ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റിയും ലാസ്റ്റ് വന്നിട്ട് ഒരു ട്രയോസോണിക് വിൻഡ് ടണലുമാണ്. ഈ ട്രയോസോണിക് വിൻഡ് ടണൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ 3ാമത്തെ ട്രയോസോണിക് വിൻഡ് ടണലാണ് ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രത്ത് വരാനുള്ളത്, കേരളത്തിൽ വരുന്നത്. ഓക്കെ, അന്നിങ്ങനെയുള്ള 3 മേജർ ഇൻഫ്രാസ്ട്രക്ചർ സ്പേസ് സെക്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളാണ് പ്രധാനമന്ത്രി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം വർത്ത് അബൌട്ട് എത്ര രൂപയുടെയാണ്? 1800 crore rupees ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിനാണ് ഇനോഗ്രേഷൻസ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്പേസ് സെക്ടറിലെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സ്പേസ് സെക്ടറിലെ ടെക്നിക്കൽ ഫെസിലിറ്റി ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സ്പേസ് സെക്ടർ, അതായത് ഇന്ത്യയുടെ എയറോനോട്ടിക്കൽ ഏജൻസി ആയിട്ടുള്ള ISROയുടെ ടെക്നിക്കൽ ഫെസിലിറ്റി വേൾഡ് വൈഡ് അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരോ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റും ഓരോരോ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളൊക്കെ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഗഗൻയാൻ മിഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ഈ പറയുന്ന ഇന്ത്യൻ ആസ്ട്രോണറ്റ്സിനെ അല്ലെങ്കിൽ ആൾക്കാരെ സ്പേസിൽ കൊണ്ടുവന്ന ആദ്യത്തെ ഇന്ത്യൻ മിഷനാണ് ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് 400 കിലോമീറ്റർ അപ്പാർട്ടായിട്ട് ഒരു ലോ എർത്ത് ഓർബിറ്റിലോട്ട് ആണ് 4 ആസ്ട്രോണറ്റ്സിനെ ഗഗൻയാൻ മിഷൻ വഴി അവർ എത്തിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ സ്പേസ് എക്സ്പെരിമെൻ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 400 കിലോമീറ്റർ അപ്പാർട്ടാണ് ഇന്ത്യയുടെ എർത്തിൻ്റെ ഒരു ലോ എർത്ത് ഓർബിറ്റ് അതിലോട്ടാണ് ഈ പറയുന്ന മിഷൻ. ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒരു 3 day ലോങ് നിൽക്കുന്ന ഒരു മിഷനാണ്. 3 day ലോങ് ഡ്യൂറേഷനുള്ള ഒരു മിഷനാണ് ഈ ഗഗൻയാൻ മിഷൻ. അപ്പം പ്രധാനമന്ത്രി മോദി വന്നിട്ട് എന്ത് ചെയ്തു? ഈ 4 ആസ്ട്രോണറ്റ്സിൻ്റെ നെയിം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി മോദി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആദ്യമായിട്ട് ഈ പറയുന്ന ഗഗൻയാൻ മിഷൻ്റെ ഭാഗമാകുന്ന 4 ആസ്ട്രോണറ്റ്സിൻ്റെ നെയിം റിവീൽ ചെയ്യുന്നത് പ്രധാനമന്ത്രി മോദിയായിരുന്നു. ഓക്കെ, അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം വന്നിട്ട് ഈ പറയുന്ന ആസ്ട്രോണറ്റ് വിങ് എന്ന് പറഞ്ഞിട്ടൊരു ഉപചാരമുണ്ട്. ഇതാണ് ആസ്ട്രോണറ്റ് വിങ്. ഈ 4 ആസ്ട്രോണറ്റ്സിനും ഒരു ആസ്ട്രോണറ്റ് വിങ് കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ട്രിവാൻഡ്രത്ത് അദ്ദേഹം വന്നു 3 ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഗഗൻയാൻ മിഷൻ്റെ 4 ഇതിൻ്റെ ഭാഗമാകുന്ന 4 ആസ്ട്രോണറ്റ്സിൻ്റെ നെയിം റിവീലിങ്ങും അദ്ദേഹമാണ് ചെയ്തത്. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജിനസ് അതായത് ഹ്യൂമൻ സ്പേസ് മിഷൻ എന്ന് പറയുന്നത് ഗഗൻയാനാണ്.
ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. ഇത്രയും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഗഗനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ എസ് ആർ ഒ ആണല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ISRO ഈ പറയുന്ന 4 ആസ്ട്രോണറ്റ്സിനെ ഗഗൻയാൻ മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തിൻ്റെ സ്പേസ് ഏജൻസിയുമായിട്ടാണ് MOU സൈൻ ചെയ്തേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 ഇന്ത്യൻ ആസ്ട്രോണറ്റ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നത്, ഗഗൻയാൻ മിഷനിലേക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഈ പറയുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ സ്പേസ് ഏജൻസിയായിരുന്നു. അത് വന്നിട്ട് റഷ്യയുടെ സ്പേസ് ഏജൻസിയാണ്. റഷ്യയുടെ സ്പേസ് ഏജൻസിയായ റോസ് കോസ്മോസിൻ്റെ മറ്റൊരു സബ്സിഡിയറി ആമാണ് ഗ്ലാവ് കോസ്മോസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, റഷ്യയുടെ സ്പേസ് ഏജൻസിയാണ് റോസ് കോസ്മോസ്, അതിൻ്റെ ഒരു ആം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സബ്സിഡിയറി പാർട്ടാണ് ഗ്ലാവ് കോസ്മോസ്. ഈ ഗ്ലാവ് കോസ്മോസും ഇന്ത്യയുടെ ISRO കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന 4 ആസ്ട്രോണറ്റ്സിന് ഗഗൻയാൻ മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? അപ്പം 4 ആസ്ട്രോണറ്റ്സ് അടയ്ക്കാൻ നോക്കാം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ, ഈ 4 ആസ്ട്രോണറ്റ്സിന് ആസ്ട്രോണറ്റ് വിങ് കൊടുത്തതും PM മോദിയാണ്. ഇതാണ് ആസ്ട്രോണറ്റ് വിങ്. ഓക്കെ, ഇനിയും ഓക്കെ, ഗഗൻയാൻ മിഷൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജൂൺ 2024 അതേപോലെ ഗഗൻയാൻ മിഷൻ എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ വന്നത് 2019 ജൂണിലാണ്. ഓക്കെ, 2019 ജൂണിലാണ് ഇതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് വരുന്ന 2024 ജൂണിലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മാക്സിമം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇന്ത്യയുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആദ്യത്തെ ക്രൂഡ് ഇന്ത്യൻ സ്പേസ് മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഗൻയാൻ മിഷൻ. ഓക്കെ, ഇനി ഇവർ 4 പേരാണ് നമ്മുടെ ഗഗൻയാൻ മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആസ്ട്രോണറ്റ്സ് എന്ന് പറയുന്നത്. ഇവർ 4 പേരും ഗ്രൂപ്പ് ക്യാപ്റ്റൻസ് ആണ്. ആരൊക്കെയാ നോക്കാം. ഒന്ന് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അദ്ദേഹം ഒരു മലയാളിയാണ്, കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഓക്കെ, മറ്റത് അൻഗദ് പ്രതാപ്, പിന്നെ അജിത് കൃഷ്ണൻ, അദ്ദേഹം തമിഴ്നാടാണ്, അജിത് കൃഷ്ണൻ, പിന്നീട് ശുഭാൻശു ശുക്ല. ഓക്കെ, ഇത്രയും പേരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അംഗദ് പ്രതാപ്, ശുഭാൻശു ശുക്ല. ഈ 4 പേരാണ് നമ്മുടെ ഗഗൻയാൻ മിഷൻ്റെ ഭാഗമാകുന്ന 4 ആസ്ട്രോണറ്റ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവർ 4 പേർക്കാണ് അദ്ദേഹം എന്താ പറയുക ആസ്ട്രോണറ്റ് വിങ് സമ്മാനിച്ചിട്ടത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ കറണ്ട് അഫയേഴ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല, എന്നാലും ഞാൻ പറയാം. നിങ്ങളിപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞിടയ്ക്കൊക്കെ റീൽസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫിലിം ആക്ട്രസ് ലെനയുണ്ടല്ലോ, ലെനയുടെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ നിങ്ങൾ നമുക്ക് പഠിക്കാനുള്ള കാര്യമല്ല, അല്ലാണ്ട് ഞാൻ പറയുവാണ്. വിവാഹം കഴിഞ്ഞു എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇതാണ്, പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ഇദ്ദേഹവുമായിട്ടാണ് ഫിലിം ആക്ട്രസ് ലെനയുടെ കല്യാണം കഴിഞ്ഞത്. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് വേണമെന്നൊന്നുമല്ല അതൊന്നും. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസിലോട്ട് കിടക്കാം. ഇനി പ്രധാനമന്ത്രി കേരളത്തിൽ വിസിറ്റ് ചെയ്തതിന് അതുപോലെ തന്നെ തമിഴ്നാട്ടിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ തൂത്തുക്കുടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം എല്ലാവർക്കും അറിയാലോ. അവിടെയും ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 17,300 കോടി രൂപയുടെ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളാണ് തൂത്തുക്കുടിയിൽ മാത്രം അദ്ദേഹം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. തൂത്തുക്കുടിയിൽ VO ചിദംബരം പോർട്ടിൽ അദ്ദേഹം ഒരു ഔട്ടർ ഹാർബർ കണ്ടെയ്നർ ടെർമിനലിനുള്ള ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? തൂത്തുക്കുടിയിലെ VO ചിദംബരം പോർട്ടിൽ ഒരു ഔട്ടർ ഹാർബർ കണ്ടെയ്നർ ടെർമിനൽ. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്ലോബൽ എക്കണോമി അല്ലെങ്കിൽ ഈ പറയുന്ന വേൾഡ് ട്രേഡിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ഇതിലൊക്കെ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോർട്ടിൽ ഈ പറയുന്ന ടെർമിനൽ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ് അദ്ദേഹം ഇപ്പോൾ ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇവൻറ്റിൽ തൂത്തുക്കുടിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഈ പബ്ലിക് ഫംഗ്ഷനിൽ നമ്മുടെ പോർട്ട് ആൻഡ് വാട്ടർവേസ് മിനിസ്റ്റർ ആണല്ലോ, ഇത് പോർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള സർബാനന്ദ സോനോവാൾ എന്ത് ചെയ്തു? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സെങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സീക്രട്ട് സെങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സമ്മാനം സർബാനന്ദ സോനോവാൾ പ്രധാനമന്ത്രി മോദിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇതിനകത്തുനിന്ന്
ചോദിക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു വിസിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് 75 ലൈറ്റ് ഹൗസുകളും അക്രോസ് 10ഓളം സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസിലും കൂടെ ചേർന്നിട്ട് 75 ലൈറ്റ് ഹൗസ് ആണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ തമിഴ്നാട് വിസിറ്റിങ്ങിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫിഗർ ഒന്ന് നോക്കിയേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർത്ത് മോർ ദാൻ 17,000 crore, ഏകദേശം 17,000 crore ആണ്, 17,300 crore ആണ് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ. ഓക്കെ, പിന്നെ VOC പോർട്ട്, ഔട്ടർ ഹാർബർ കണ്ടെയ്നർ ടെർമിനൽ, അതേപോലെ തന്നെ 75ഓളം ലൈറ്റ് ഹൗസുകൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നടന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വീണ്ടും തമിഴ്നാട്ടിൽ തന്നെ ഈ സെയിം സ്ഥലത്ത് തന്നെ തൂത്തുക്കുടിയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഇൻഡിജിനസ് ആയിട്ട്, ഇൻഡിജിനസ് എന്ന് പറയുമ്പോൾ എന്താ, ഇന്ത്യയിൽ തന്നെ ആൾക്കാർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോണൻസും ഇന്ത്യയുടെ തന്നെ ആയിരിക്കും. അതാണ് നമ്മൾ ഇൻഡിജിനസ് എന്ന് പറയുന്നത്. അങ്ങനെ നേരത്തെ ഒരുപക്ഷെ ഹൈഡ്രജൻ ഫ്യൂവൽ ഇൻലൻഡ് വെസൽസ് ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഇൻഡിജിനസ് ആയിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഇൻലൻഡ് വാട്ടർവേ വെസൽ എന്ന് പറയുമ്പോൾ ഇതാണ് കപ്പൽ. ഓക്കെ, അത് പക്ഷേങ്കിൽ പവർ ചെയ്യുന്നത് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതെല്ലാം നമ്മുടെ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആദ്യമായിട്ട് ഇന്ത്യയെ സംഭാവന ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ പവർ ചെയ്തിട്ടുള്ള ഒരു വെസലാണ്, ഒരു ഇൻലാൻഡ് വാട്ടർവേ വെസലാണ് അദ്ദേഹം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എവിടെ വെച്ചിട്ടാണ്? തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ മറക്കരുത്, ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ഇൻഡിജിനസ് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ, അതായത് ഈ വെസൽ പോകുന്നത് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെ ഇന്ത്യക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇന്ത്യ തന്നെ ഇന്ത്യ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വെസൽ ഇങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അത് ലോഞ്ച് ചെയ്യുന്നത്. എവിടെയാണ്? തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ ഇനോഗ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മറക്കരുത്, ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 0 കാർബൺ എമിഷനാണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഡിപ്പെൻഡൻ്റ് ആണ്, നോയ്സ് കുറവാണ്. ഓക്കെ, എനർജി എഫിഷ്യൻ്റ് ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു വെസൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് സംഭാവന ചെയ്യുന്നത്. അതിന് ഇനോഗ്രേഷൻ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഏത് പോർട്ടാണ് ചോദിച്ചാൽ തൂത്തുക്കുടിയിലുള്ള ഒരു പറയുന്ന പോർട്ടിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതേത് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഇനോഗ്രേഷൻ നടന്നത് എന്നും കൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹരിത് നൗക ഇനിഷ്യേറ്റീവ്. ഓക്കെ, ഹരിത് നൗക ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ന്യൂസ് നോക്കാം. ഇനി MSME സെക്ടറൊക്കെ ഒന്ന്, MSME സെക്ടർ അല്ല, MSMEയുടെ അണ്ടറിൽ വരുന്ന ഇന്ത്യൻ ഓട്ടോമോട്ടീവ്സ് ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് സെക്ടേഴ്സിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള MSMEs ഒക്കെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി പുതുതായിട്ട് 2 പുതിയ ഇനിഷ്യേറ്റീവ്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഏത് പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തതെന്ന് നോക്കാം. ക്രിയേറ്റിംഗ് ദ ഫ്യൂച്ചർ ഡിജിറ്റൽ മൊബിലിറ്റി ഫോർ ഓട്ടോമോട്ടീവ് MSME എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സെക്ടറിൽ ഈ ഓട്ടോമോട്ടീവ് സെക്ടേഴ്സൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ആ 2 ഇനിഷ്യേറ്റീവ്, അവരുടെ പേര് കൂടി നോക്കാം. ഒന്ന് വന്നിട്ട് TVS ഓപ്പൺ മൊബിലിറ്റി പ്ലാറ്റ്ഫോം ആൻഡ് അടുത്തത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി TVS മൊബിലിറ്റി സെൻറ്റർ ഫോർ എക്സലൻസ്. ഓക്കെ, മീനിങ് ഒന്നും അതിനകത്തിപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് 2 ഇനിഷ്യേറ്റീവിൻ്റെ പേരാണ് അല്ലേ, അതിനകത്ത് ഇപ്പോൾ മീനിങ് അല്ല, അതിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വന്നിട്ട് TVS ഓപ്പൺ മൊബിലിറ്റി പ്ലാറ്റ്ഫോം, അടുത്തത് CII TVS മൊബിലിറ്റി സെൻറ്റർ ഫോർ എക്സലൻസും. ഈ 2 ഇനിഷ്യേറ്റീവ്സ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലുള്ള, അതായത് ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലുള്ള MSMEs ഒക്കെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 2 ഇനിഷ്യേറ്റീവ്സ് നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതാ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലൊന്ന് പതിപ്പിച്ചേ. PM മോദി ഡിജിറ്റൽ മൊബിലിറ്റി ഇനിഷ്യേറ്റീവ് ഫോർ ഓട്ടോമോട്ടീവ് MSME. നിങ്ങൾക്കറിയാം പല പല സെക്ടേഴ്സിൽ MSME ഉണ്ട്. ഓട്ടോമൊബൈൽ സെക്ടറിൽ MSMEs ഒക്കെ ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 2 ഇനിഷ്യേറ്റീവ്സ് അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്.
ഇത്രയും നേരം കണ്ടത് ഓക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഈ ടൈപ്പ് ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. അതായത് ഈ പറയുന്ന OBC ആൾക്കാരുണ്ടല്ലോ, അതർ ബാക്ക്വേർഡ് ക്ലാസ് OBC ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ സ്പെസിഫിക്കലി അവരെ ടാർഗറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു മിഷനാണ്, അല്ലെങ്കിൽ ഒരു യോജനയാണ്. അതും പ്രധാനമന്ത്രിയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ള. ആ യോജനയുടെ പേര് നോക്കാം, ആവാസ് ഘർകുൽ യോജന. ആവാസ് ഘർകുൽ യോജന. ഓക്കെ, അപ്പൊ ഘർ എന്ന് പറയുമ്പോൾ എന്താ? ഹോം, വീട് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആവാസ് ഘർകുൽ യോജന എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വീട് വെച്ച് കൊടുക്കുക അല്ലേ? ഓരോ വീടുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക. ഇനി പറഞ്ഞിട്ടുണ്ട് ഇത് OBC കാറ്റഗറിയിലുള്ള ആൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ബെനിഫിഷ്യറീസിനെയാണ് ഇത് ടാർഗറ്റ് ചെയ്തത്, ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഒന്ന് കണക്ട് ചെയ്തേ. OBC ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താ? പ്രധാനമന്ത്രി ആവാസ് ഘർകുൽ യോജന പ്രകാരം എന്ത് ചെയ്യും? ഓരോ വീട് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി എത്ര എണ്ണം അല്ലെങ്കിൽ എത്ര കോടി രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ്, അതിനെ പറ്റി നോക്കാം. ഈ സ്കീം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ ഇന്ത്യയിൽ തന്നെ ഏകദേശം 10 ലക്ഷം വീടുകളാണ് കൺസ്ട്രക്ട് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, 2023-24 തൊട്ട് 2025-26 വരേക്കും അവർ OBC ആൾക്കാർ, അത് 10 ലക്ഷം OBC ആൾക്കാർക്കുള്ള വീടുകളാണ് എന്താ കൺസ്ട്രക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് എത്ര? 375 കോടി തൊട്ട് 375 കോടി രൂപയാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഇനിഷ്യൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 375 കോടിയാണ്. ഇനി എന്താ പറയുക, ആദ്യത്തെ ഘട്ടത്തിൽ 2.5 ലക്ഷം ആൾക്കാർക്കാണ് ഈ പറയുന്ന ആവാസ് യോജന അല്ലെങ്കിൽ വീട് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ടോട്ടൽ 10 ലക്ഷം ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. 2023-24 തൊട്ട് 2025-26 ആ ഫിനാൻഷ്യൽ ഇയറിൽ ഉള്ളിൽ 10 ലക്ഷം വീടുകളാണ് അവർ കൺസ്ട്രക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇനിഷ്യൽ സ്റ്റേജിൽ 2.5 ലക്ഷം വീടുകളാണ് ആദ്യമേ, ഫസ്റ്റ് സ്റ്റേജിൽ അത്രയും വീടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഭാഗമായിട്ട് 375 കോടിയാണ് ഇവർക്ക് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ വരുന്നത് ഏത് സ്കീമിൻ്റെ അണ്ടറിലാണ്? പ്രധാനമന്ത്രി ആവാസ് ഘർകുൽ യോജനയുടെ ഭാഗമായിട്ടാണ്. ആരാണ് ഇവിടുത്തെ ബെനിഫിഷ്യറീസ്? OBC കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്, ഈ ആവാസ് ഘർകുൽ യോജന ഏത് സ്റ്റേറ്റിലാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ, അപ്പോൾ ഏത് സ്റ്റേറ്റിലെ ആൾക്കാർക്കാണ് ഇത് ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ ബെനിഫിറ്റ് ആവുന്നത്? മഹാരാഷ്ട്ര. അതിനുശേഷമായിരിക്കും ഇത് സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും ഇത് അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഇത് ലോഞ്ച് ചെയ്തത് മഹാരാഷ്ട്രയിലാണ് ഈ പറയുന്ന 10 ലക്ഷം വീടുകൾ ആദ്യം അവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി അത് സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ അത് അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മറക്കരുത്, ആവാസ് ഘർകുൽ യോജന ഫോർ OBC കാറ്റഗറൈസ്ഡ് പീപ്പിൾ. ഓക്കെ, ഫിഗർ നോക്കിയേ. ന്യൂ ഹൗസിംഗ് സ്കീം ഫോർ OBCs, 10 lakh home in 3 years, rupees 12,000 crore. അത് ടോട്ടൽ ബഡ്ജറ്റാണ്. ഇനി 3 lakh home will be constructed in this year, 3,600 crore rupees ആണ് ഈ ഒരു 3 ലക്ഷം. പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിൽ അവർ 2.5 ലക്ഷം വീടാണ്, അതിന് 375 കോടിയാണ് ഇനിഷ്യൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോം ഫോർ ഓൾ എന്നുള്ള ഒരു മോട്ടോ അല്ലെങ്കിൽ ആ ഒരു തീമോട് കൂടിയിട്ടാണ് ആവാസ് ഘർകുൽ യോജന അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരാണ് ലോഞ്ച് ചെയ്തത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഓക്കെ, അടുത്തത് PM കിസാൻ. PM കിസാൻ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ന്യൂസാണ് PM കിസാൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു? കിസാൻ സമ്മാൻ നിധി അല്ലേ? പരസ്യത്തിനകത്ത് കണ്ടിട്ടില്ല, PM കിസാൻ സമ്മാൻ നിധി അഥവാ PM കിസാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം. അതായത് ഫാമേഴ്സിന് വർഷം ആനുവൽ 6,000 രൂപയാണ് കിട്ടുന്നത് ഈ പറയുന്ന PM കിസാൻ സ്കീമിന് അണ്ടറിൽ. ഓക്കെ, അതിൻ്റെ 16ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നത്. അപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ റീസെൻ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എത്രാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നടന്നതെന്നൊന്നും ചോദിക്കത്തില്ല. ഇപ്പം റീസെൻ്റായിട്ട് 16ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നടന്നു, അതുകൊണ്ട് PM കിസാൻ്റെ സ്റ്റാറ്റിക് കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് ചാൻസ് ഉള്ളത്. അല്ലാതെ എത്രാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് റീസണായിട്ട് കഴിഞ്ഞത് എന്നൊന്നും ചോദിക്കത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇപ്പം ഈ പ്രാവശ്യം നടന്നത് 16ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. 21 കോടി രൂപയാണ് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. PM കിസാൻ സമ്മാൻ നിധി ആ ഒരു സ്കീമിലൂടെ 21,000 കോടി രൂപയുടെ ട്രാൻസ്ഫർ എമൗണ്ട് ആണ്
ബെനിഫിഷ്യറീസിന് ഇതുവരേക്കും ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അതല്ല ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ്? PM കിസാൻ ലോഞ്ച് ചെയ്ത വർഷം 2019 PM കിസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻട്രൽ സെക്ടർ സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ബേസിക്കലി ഫാമേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ, അല്ല ഫാമേഴ്സിന് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന PM കിസാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലായിരിക്കും? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൻ്റെ അണ്ടറിലാണ് ഈ പറയുന്ന സ്കീം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ, ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ഉദ്ദേശിക്കുന്നത്. ₹6,000 പെർ ആനം, ഒരു വർഷം പല പല തവണകളായിട്ട് 6,000 രൂപയാണ് ഈ ഫാമേഴ്സിന് ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ട് ഈ മിനിസ്ട്രി കൊടുക്കുന്നത്. ഓക്കെ, 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിരിക്കും, അതായത് പെർ ഇൻസ്റ്റാൾമെൻറ്റിന് 2,000 രൂപയായിരിക്കും കിട്ടുന്നത്. അങ്ങനെ 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആകുമ്പോൾ 6,000 രൂപ ഒരു വർഷം നിങ്ങൾക്ക് ഫാമേഴ്സിന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ 16ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞത്. എത്രാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് എന്നൊന്നും ചോദിക്കത്തില്ല, പക്ഷെ പറയാൻ പറ്റത്തില്ല, എങ്ങാനും ചോദിച്ചാലോ. ഓക്കെ, പക്ഷെ ചോദിക്കുന്നത് ഇത് ഏത് വർഷം ആണ് ലോഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വന്നിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കുക, PM കിസാൻ സമ്മാൻ നിധി. ഓക്കെ, PM കിസാൻ സമ്മാൻ നിധി, അതാണ് PM കിസാൻ. ഓക്കെ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ ആൻഡ് ഫാമിലി വെൽഫെയർ. ആ ഡിപ്പാർട്ട്മെൻ്റ് ആണ് PM കിസാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം, ആ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായത് 2019 മറക്കരുത്. അടുത്ത ന്യൂസ് നോക്കാം. ഓക്കെ, ഡിഫൻസ് മിനിസ്ട്രിയുടെയാണ്. അതായത് നമുക്കറിയാം നമ്മുടെ യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ വന്നിട്ട് രാജ്നാഥ് സിംഗ് ആണ്. അദ്ദേഹം ഇപ്പോൾ പുതുതായിട്ട് അതിഥി സ്കീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ ഡിഫൻസ് സെക്ടേഴ്സിലെ ഉള്ള ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി, നമ്മൾ ഡിഫൻസ് സെക്ടേഴ്സിലുള്ള ഓരോരോ ടെക്നോളജി വളരാൻ വേണ്ടിയിട്ടും ടെക്നോളജിക്കൽ ഇംപ്ലിമെൻറ്റേഷനൊക്കെ ഡിഫൻസ് സെക്ടറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒന്നുമല്ല, നമ്മുടെ ഡിഫൻസ് സെക്ടേഴ്സും നമ്മുടെ ടെക്നിക്കൽ ഗ്രോത്തും തമ്മിലുള്ള ആ ഗ്യാപ്പ് ഒന്ന് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു MOU അല്ല ഈ പറയുന്ന ഒരു സ്കീം ഡിഫൻസ് സെക്ടറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് ലോഞ്ച് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അല്ല. നമ്മൾ കൂടുതലും പഠിക്കുന്ന മോദി ലോഞ്ച് ചെയ്യുന്ന സ്കീമാണ്. പക്ഷെങ്കിൽ ഓർക്കുക, ഒട്ടുമിക്കതും മോദി ആയിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. പക്ഷെ ചില സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ മറ്റ് മിനിസ്റ്റേഴ്സാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിഫൻസ് മിനിസ്റ്ററുടെ അണ്ടറിൽ വരുന്നതാണ്. ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കീമിൻ്റെ പേര് മറക്കരുത്, അതിഥി സ്കീം. അതിഥി സ്കീം. ഓക്കെ, ഇനി നോക്കുക, അതിഥിയുടെ ഫുൾ ഫോം നോക്കാം. ഏസിംഗ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് വിത്ത് ഐഡെക്സ്. ഓക്കെ, ഏസിംഗ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് വിത്ത് ഐഡെക്സ് എന്ന് പറയുന്നത്. ഐഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു ടെക്നിക്കൽ ആമാണ്. ഈ ഐഡെക്സ് ആണ് ഈ പറയുന്ന സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ പേര് ഏസിംഗ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് വിത്ത് ഐഡെക്സ് എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫൻസ് സെക്ടേഴ്സിലെ ടെക്നോളജി ഗ്രോത്തിനും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്കീം വന്നിട്ടുള്ളത്. അതിഥി സ്കീം അത് ലോഞ്ച് ചെയ്തത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്. ഓക്കെ, പാഠം ഒന്ന് ഓർത്ത് വെച്ചേ. അതിഥി സ്കീം, രാജ്നാഥ് സിംഗ്, ഡിഫൻസ് കണക്ട് എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. ഐഡെക്സ്, ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ്, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഈ സ്കീമിനെ പറ്റിയിട്ട് കൂടുതൽ നോക്കാം. ഐഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫൻസ് എക്സലൻസ്, ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ. അവരുടെ ഒരു സബ്സിഡറിയാണ് ഈ ഐഡെക്സ് എന്ന് പറഞ്ഞത്. ഈ ഐഡെക്സ് ആണ് അതിഥി സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിച്ചേ, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ. അവരുടെ ഒരു ഫ്രെയിം വർക്ക് ആമാണ് ഈ ഐഡെക്സ്. ഈ ഐഡെക്സ് ആണ് അതിഥി സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി എന്താണ് ആ സ്കീമിനകത്ത് പറയുന്നത്? അതായത് സ്റ്റാർട്ടപ്പുകൾ, ഡിഫൻസ് റിലേറ്റഡ് ഡിഫൻസ് സെക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടപ്പുകൾക്ക് ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എത്ര രൂപയുടെ ഗ്രാൻഡ് ആണ്? 25 crore rupees ഗ്രാൻഡ് ആണ് പെർ സ്റ്റാർട്ടപ്പിന് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഡിഫൻസ് സെക്ടേഴ്സ് റിസർച്ച് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്, ഇന്നോവേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റാർട്ടപ്പുകൾ മുന്നോട്ട് വരണം. അതിനെ ഒന്ന് എൻകറേജ് ചെയ്യുന്ന രീതിയിലാണ് ഈ സ്റ്റാർട്ടപ്പുകൾക്ക് 25 കോടി രൂപയുടെ ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് സ്കീമിന് അണ്ടറിൽ? അതിഥി സ്കീമിന് അണ്ടറിൽ. ഓക്കെ, ഇങ്ങനെ 30ഓളം സ്റ്റാർട്ടപ്പാണ് അവർ ഇനിഷ്യൽ സ്റ്റേജിൽ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. 30ഓളം
ഡീപ്പ് ടെക്നിക്കൽ എന്താ സ്റ്റാർട്ടപ്പുകളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഇന്നോവേഷനാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റാർട്ടപ്പിനും 25 കോടി, അങ്ങനെ 30 സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ ടോട്ടൽ 750 crore ഇതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓർക്കുക, അതിഥി സ്കീമിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയാണ്? 750 crore rupees ആണ്. അപ്പം 2023-24 തൊട്ട് 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ എന്താ ഈ പറയുന്ന 30ഓളം പുതിയ ഡിഫൻസ് സെക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരണം. ഈച്ച് സ്റ്റാർട്ടപ്പിന് 25 crore rupees കൊടുക്കും. അങ്ങനെ 30 സ്റ്റാർട്ടപ്പ് ആകുമ്പം ഇൻ ടോട്ടൽ 750 crore rupees ആണ് അതിഥി സ്കീമിന് അണ്ടറിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറയും, നമ്മുടെ ആംഡ് ഫോഴ്സസ് ഡിഫൻസ് സെക്ടേഴ്സിലുള്ള ടെക്നിക്കൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഡിഫൻസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നോളജി വാച്ച് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഐഡിയയോട് കൂടി അതിഥി സ്കീം വന്നിട്ടുള്ളത്. ഓക്കെ, മറക്കരുത്, ഡിഫൻസ് സെക്ടറാണ്. ആരാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്? രാജ്നാഥ് സിംഗ് ആണ്. ഇനി അടുത്തത് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൽ തന്നെ മറ്റൊരു ന്യൂസാണ്. മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ 3 ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ 3 ഓർഗനൈസേഷനുമായിട്ടാണ്? BEML എന്ന് പറയും. ഓക്കെ, BEML ലിമിറ്റഡും ബെൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും പിന്നെ അതുപോലെ തന്നെ മിഥാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഗനൈസേഷനുണ്ട്. എന്താ? മിശ്രധാതു നിഗം ലിമിറ്റഡ് എന്ന് പറയും. അങ്ങനെ ഈ 3 ഓർഗനൈസേഷനും കൂടെ ചേർന്നിട്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കൂടെ ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന എൻജിൻസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടേഴ്സിൽ നമ്മൾ പല പല എൻജിൻസിൻ്റെ ഒക്കെ യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്യൂവലിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഫ്യൂവലിംഗ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഈ പറയുന്ന 3 ഓർഗനൈസേഷൻ BEML-ഉം ബെല്ലും മിഥാനിയുമായിട്ട് MOU സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, the collaboration aims to develop indigenous capabilities to design, test and manufacture advanced fueling and control system. അതായത് കൺട്രോൾ സിസ്റ്റം, അഡ്വാൻസ്ഡ് ഫ്യൂവലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ എൻജിൻ സിസ്റ്റത്തിൻ്റെയൊക്കെ എഫിഷ്യൻസി കൂട്ടുക, അല്ലെങ്കിൽ ഒരുപാട് നല്ല ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എൻജിൻ സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. MOU ആരൊക്കെയാണ്? മിനിസ്ട്രി ഓഫ് ഡിഫൻസും അതുപോലെ തന്നെ BEML-ഉം BEL-ഉം മിഥാനിയും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ അഡ്വാൻസ്ഡ് ഫ്യൂവലിങ്ങിനും കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന എൻജിൻസിൻ്റെയൊക്കെ എഫിഷ്യൻസി കൂട്ടുന്ന രീതിയിലുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ലെപ്പോർഡ് എന്ന് പറഞ്ഞാൽ വൾണറബിൾ കാറ്റഗറിയിനകത്ത് വരുന്നതാണ് ഈ ലെപ്പോർഡ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ ലെപ്പോർഡുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 2018 നോക്കുവാണെങ്കിൽ 2018 നിന്ന് 2022 വരുവാണെങ്കിൽ 8% ലെപ്പോർഡുകളാണ് ഇൻക്രീസ് ആയിട്ടുള്ളത്, ലെപ്പോർഡ് പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പെർസെൻറ്റേജ്, ഏതോ ഒരു പ്രാവശ്യം ഈ പറയുന്ന ടൈഗറിൻ്റെ അതോ ലെപ്പോർഡിൻ്റെ ആണോ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, 8% 2018 നിന്ന് 2022 ആയപ്പോഴത്തേക്ക് ലെപ്പോർഡുകളുടെ എണ്ണത്തിൽ നിന്ന് 8% ഇൻക്രീസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റസ് ഓഫ് ലെപ്പോർഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്നുള്ള സ്റ്റഡിയിലാണ് മനസ്സിലായത് ഇന്ത്യയിലുള്ള ലെപ്പോർഡുകളുടെ എണ്ണം 8% ഇൻക്രീസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പറയുന്ന റിപ്പോർട്ടിൻ്റെ പേരെന്തായിരുന്നു? സ്റ്റാറ്റസ് ഓഫ് ലെപ്പേർഡ്സ് ഇൻ ഇന്ത്യ എന്നായിരുന്നു. ഇനി ഈ റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് ഏത് ഓർഗനൈസേഷനാണെന്ന് നോക്കാം. മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഇതിൻ്റെ എന്താ അംബ്രല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റെഗുലേറ്റിംഗ് മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതിൻ്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഭൂപേന്ദ്ര യാദവാണ് ഈ പറയുന്ന റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് 2018 ലെപ്പോർഡിൻ്റെ എണ്ണം 12,852ഉം 2022 13,874ഉം ആണ്. അപ്പം ഓവറോൾ 8% ഗ്രോത്ത് ആണ് വന്നിട്ടുള്ളത്. ഇനി ഈ പറയുന്ന പോപ്പുലേഷൻ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ 2022 നോക്കുവാണെങ്കിൽ 5ാമത്തെ എഡിഷനാണ്, അല്ലെങ്കിൽ 5ാമത്തെ സൈക്കിൾ ആണ് ഈ പറയുന്ന എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, 5ാമത്തെ സൈക്കിളാണ് ഇപ്പോൾ റീസണായിട്ട് 2022 എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നടത്തിയിട്ടുള്ളത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അഥവാ NTCA എന്ന് പറഞ്ഞിട്ടുള്ള NTCAയും പിന്നെ അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ WII
വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന ലെപ്പോർഡ്സിൻ്റെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ എടുക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞത് 5ാമത്തെ എഡിഷനാണ്. 2018 നിന്ന് 2022 ആയപ്പോഴത്തേക്ക് 8% ഗ്രോത്ത് ആണ് അല്ലെങ്കിൽ ഇൻക്രീസ് ആണ് ലെപ്പോർഡ്സിൻ്റെ പോപ്പുലേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം വരുന്നത് മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതിൻ്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് ആണ് ഈ പറഞ്ഞ റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആരൊക്കെയാണ് ഈ പറയുന്ന ഇതിന് 5ാമത്തെ എഡിഷനാണ്. ആരൊക്കെയാണിത് അതോറിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ റെഗുലേറ്ററി ബോഡി ആരൊക്കെയാണ്? NTCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന റിപ്പോർട്ട് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കാം. ഇതിനകത്തൊന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ എക്സ്ട്രാ നോക്കുവാണെങ്കിൽ മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ലെപ്പോർഡുകളുടെ എണ്ണം കാണുന്നത്. 3907 ലെപ്പോർഡാണ് മധ്യപ്രദേശിൽ. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ മധ്യപ്രദേശിലാണ്. ഇനി സെക്കൻഡ് പൊസിഷൻ വന്നിട്ട് മഹാരാഷ്ട്രയിലാണ് 1985 ആൻഡ് തേർഡ് വന്നിട്ട് കർണാടകയാണ് 1879 ലെപ്പോർഡുകളാണ്. ഫസ്റ്റ് വന്നിട്ട് എന്താ മധ്യപ്രദേശ്, ഓക്കെ, സെക്കൻഡ് മഹാരാഷ്ട്ര, തേർഡ് വന്നിട്ട് കർണാടക. ഓരോരോ സ്ഥലത്തെ ലെപ്പോർഡുകളുടെ എണ്ണമാണ് പറയുന്നത്. മൊത്തത്തിൽ ഇപ്പം എത്ര ഉണ്ട്? 13,874 ലെപ്പോർഡുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശിലാണ് 3907, പിന്നീട് മഹാരാഷ്ട്രയിൽ 1985, പിന്നീട് കർണാടകയിൽ 1879. നമ്മുടെ കേരളം നോക്കുവാണെങ്കിൽ 579 ലെപ്പോർഡുകളാണ് കേരളത്തിലുള്ളത്. ഓക്കെ, ഏറ്റവും കുറവുള്ളതും കേരളത്തിൽ തന്നെ ആയിരിക്കും അല്ലേ? അല്ല, കേരളത്തിലായിരിക്കത്തില്ല. കേരളത്തിന് ഇത് കൊടുത്തതിൽ ഏറ്റവും കുറവുണ്ടെന്നേ ഉള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിൽ എന്തായാലും കാണും. ഓക്കെ, ഇനി ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കാം. അതായത് ഓരോ വർഷമുള്ള ഗ്രോത്ത് റേറ്റ്. ആനുവൽ ഗ്രോത്ത് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1.08% ആണ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ഇനി ഓവറോൾ ഗ്രോത്ത് എത്രയായിരുന്നു? 8% ആയിരുന്നു. മറക്കരുത്, ഇത് ഓവറോൾ ഗ്രോത്തും അതായത് 2018 തൊട്ട് 2022 വരെ ഉള്ളത്. ഇനി ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ 1.08%. ഓക്കെ, ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശിലാണ്, പിന്നീട് മഹാരാഷ്ട്ര, തേർഡ് പൊസിഷനാണ് കർണാടകയിലുള്ളത്. ഓക്കെ, പിന്നീട് ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 ഈ പറഞ്ഞ ഇന്ത്യൻ ലെപ്പോർഡിൻ്റെ അഥവാ ഈ അതിൻ്റെ മറ്റ് സയൻറ്റിഫിക് നെയിമാണ് പാൻതെറ പാർഡസ് ഫൊസ്ക എന്ന് പറയുന്നത്. ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഷെഡ്യൂൾ 1 അതുമാത്രമല്ല വൾണറബിൾ കാറ്റഗറിയിലാണ് ലെപ്പോർഡിനെ, ഇന്ത്യൻ ലെപ്പോർഡിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. IUCN റെഡ് ലിസ്റ്റിൽ വൾണറബിൾ കാറ്റഗറിയിലാണ് ഇന്ത്യൻ ലെപ്പോർഡ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നമ്മൾ NTCAയും WII കൂടെ ചേർന്നിട്ടാണ് ഈ റിപ്പോർട്ട് ഇറക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് വേൾഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. ഇത് മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ പറഞ്ഞ WII. ചെയർമാൻ നോക്കുവാണെങ്കിൽ എന്താ MS ലീന നന്ദനാണ്. ഹെഡ് ക്വാർട്ടർ അല്ലെങ്കിൽ ലൊക്കേഷൻ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലും. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1982 ആണ്. അപ്പോൾ 1972 ആണ് ഫോറസ്റ്റ് റെഗുലേഷൻ ആക്ട് വരുന്നത്. ഓക്കെ, 1982 ആണ് WII എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം. ഓക്കെ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്ന് 1972, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1982 ഓക്കെ, അടുത്തത് നമ്മുടെ ONGCയുടെ ഒരു ക്രൂഡ് ഓയിൽ ക്യാരിയിങ് ടാങ്കർ, അതിൻ്റെ ഫ്ലാഗ് ഓഫ് ആണ് ഇപ്പോൾ റീസൺ ആയിട്ട് പറഞ്ഞത്. ഇതാണ് ONGCയുടെ ക്രൂഡ് ഓയിൽ ക്യാരിയിങ് ടാങ്കർ. അതിൻ്റെ പേര് സ്വർണ്ണ സിന്ധു. ഓക്കെ, ONGCയുടെ ആണ്. ONGCയുടെ സ്വർണ്ണ സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രൂഡ് ഓയിൽ ക്യാരിയിങ് ടാങ്കർ ഉണ്ട്. അതിൻ്റെ ഫ്ലാഗ് ഓഫ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഫ്ലാഗ് ഓഫ് ചെയ്തതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓക്കെ, പേര് മറക്കരുത്, സ്വർണ്ണ സിന്ധു. ഓക്കെ, അത്രയും മതി. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും പിന്നെ നോക്കാനില്ല. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി അപ്പോയിൻമെൻറ്റ് ന്യൂസാണ്. NHPC കേട്ടിട്ടുണ്ടോ? അതായത് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ആയിരുന്നു. ഇപ്പോൾ അത് NHPC എന്നാണ് എൻ്റെ പേര്. NHPCയുടെ CMD, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന രാജീവ് കുമാർ വിഷ്ണോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. രാജീവ് കുമാർ വിഷ്ണോയ് മാറിയിട്ട് ഇപ്പോൾ ആര് വന്നു? രാജേന്ദ്ര പ്രസാദ് ഗോയൽ വന്നിട്ടുണ്ട്. ഓക്കെ, NHPC നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ്റെ CMD
രാജീവ് കുമാർ വിഷ്ണോയി ആയിരുന്നു. അദ്ദേഹത്തെ സക്സീഡ് ചെയ്തിട്ട് ഇപ്പോൾ പുതുതായിട്ട് ആര് വന്നു? രാജേന്ദ്ര പ്രസാദ് ഗോയൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇതാണ് മാർച്ച് 1, 2024 തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ എന്താ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ASTD ടഗ്, അതായത് ഒരു വെസലാണ്, ബുള്ളാർഡ് പുൾ ടഗ് എന്ന് പറയാം. അതിൻ്റെ കപ്പാസിറ്റി 60 ടണ്ണാണ്. 60 T ബുള്ളാർഡ് പുൾ ടഗ് ആണ്. അതിൻ്റെ പേര് ഓഷ്യൻ ഗ്രേസ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള, അത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ബുള്ളാർഡ് പുൾ ടഗ്, ഒരു പുൾ ടഗ് വെസലാണ്. ഓക്കെ, ടഗ് വെസലാണ് ഇത്. ഇതിൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളുമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം പോർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ല. അപ്പം മിനിസ്ട്രി ഓഫ് പോർട്സ് ആൻഡ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആയിരിക്കും. അതിനെ യൂണിയൻ മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ, ഇദ്ദേഹം തന്നെയാണ് ആയുഷ് മിനിസ്ട്രിയുടെ യൂണിയൻ മിനിസ്റ്റർ. ഇദ്ദേഹമാണ് ഇത് വിർച്വലി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കപ്പാസിറ്റി ഓർക്കുക 60 ടണ്ണാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജിനസ് ബൊള്ളാർഡ് പുൾ ടഗ് എന്ന് പറഞ്ഞിട്ടുള്ള വെസലാണ്. പുൾ ടഗ് വെസലാണ്. പേര് ഓഷ്യൻ ഗ്രേസ് ആണ്. ഓക്കെ, ഒഡീഷയിൽ വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആണ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓവറോൾ കോസ്റ്റ് 45 crore rupees ആണ്. മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിൻ്റെ അണ്ടറിലാണ് ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഈ ഓഷ്യൻ ഗ്രേസിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 45,000 crore rupees ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. കാനഡയുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മാർട്ടിൻ ബ്രയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. മാർട്ടിൻ ബ്രയാൻ മുൾറോണി. ഓക്കെ, മാർട്ടിൻ ബ്രയാൻ മുൾറോണി അല്ലെങ്കിൽ മൾറോണി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. 84 years ആയിരുന്നു. US വെച്ചിട്ടാണ് മരിച്ചത്. അദ്ദേഹം കാനഡയിൽ 1984 തൊട്ട് 1993 വരെ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. കാനഡയുടെ 18ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മാർട്ടിൻ ബ്രയാൻ മൾറോണി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അദ്ദേഹം 1939 കാനഡയിൽ ജനിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് കാനഡയുടെ 18ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മാർട്ടിൻ ബ്രയാൻ മുൾറോണി. ഓക്കെ, അടുത്ത് നോക്കാം. ഒരു സീനിയർ കോൺഗ്രസ് ലീഡറാണ് അസീസ് ഖുറേഷി. ഓക്കെ, അദ്ദേഹവും റീസെൻ്റായിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഗവർണറായിരുന്നു. ഉത്തരാഖണ്ഡ്, UP, മിസോറാം എന്നൊക്കെ ഉള്ള ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളുടെയൊക്കെ ഗവർണറായിരുന്നു ഈ പറഞ്ഞ അസീസ് ഖുറേഷി. അദ്ദേഹം മധ്യപ്രദേശിലെ ഭോപ്പാൽ 1940 അദ്ദേഹം ജനിച്ചത്. ഓക്കെ, ഫൗണ്ടർ ആയിരുന്നു നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഫൗണ്ടർ കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ഈ പറയുന്ന അസീസ് ഖുറേഷി. ഓക്കെ, അസീസ് ഖുറേഷി. പിന്നീട് എന്താ പറഞ്ഞേക്കുന്നത്, മധ്യപ്രദേശിൻ്റെ കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിരുന്നു. 1980 സെക്രട്ടറി കൂടിയായിരുന്നു അസീസ് ഖുറേഷി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇദ്ദേഹം ഏത് ഫീൽഡ് റിലേറ്റ് ചെയ്തിട്ടാണെന്ന് ചോദിക്കും. പിന്നീട് ഇദ്ദേഹം ഏത് സ്റ്റേറ്റിൻ്റെ ഗവർണർ ആയിരുന്നു എന്ന് ചോദിക്കും. എവിടേക്കാണ്? മിസോറാം, ഉത്തരാഖണ്ഡ്, UP, ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് എക്സാമിന് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതൊരു മന്ത് എൻഡ് ആകുമ്പം ഒരു മാസത്തെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡേയ്സും ഒരുമിച്ച് കൺസോളിഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. പരമാവധി കോഡ് വെച്ചിട്ട് തന്നെ നോക്കാം. അങ്ങനെ നമുക്ക് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലാണ്ട് നമ്മൾ അവിടെ ഇവിടെ 1, 2 കുറച്ച് ഡേറ്റ്സ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു മന്ത് കംപ്ലീറ്റ് ഒരു സ്റ്റോറി ആയിട്ട് അല്ലെങ്കിൽ കോഡായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ പഠിക്കുക. വീണ്ടും പറയണം, നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുക. PDF ഒക്കെ അവൈലബിൾ ആയിരിക്കും മറ്റ് സൈറ്റുകളിൽ ഒക്കെ, നിങ്ങളത് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.